ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമുക്ക് ഒരു രസം തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ദേ ഇവിടെ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു തക്കാളി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്, അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി രസം തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വളരെ കുറച്ച് മുളക് പൊടി മാത്രമാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കരിഞ്ഞു പോകാതെ വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ ഉരുള വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് അരിക്കാട്ടോ, എന്നിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു അളവിലാണ് കേട്ടോ ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലെ പുളി നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കായവും അതുപോലെ കുരുമുളക് പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എനിക്കിതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ അല്പം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും ഇതെല്ലാം നല്ല പാകത്തിനായി വരും കേട്ടോ. അങ്ങനെ രസം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് തയ്യാറാക്കാൻ അറിയാം, എന്നാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.